ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരാ മനസ്സിലായില്ല? ഇതെന്റെ നമ്പറാ. നിക്കാനാ പറഞ്ഞ കളിക്കല്. നിക്കാനാ പറയുന്നേ. എനിക്കറിയാം. വിടാനല്ലേ പറഞ്ഞേ? ഓടി വേടാ, വണ്ടി തട്ടി തോന്നുന്നു. അയ്യോ ചേട്ടാ 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 എന്തെങ്കിലും പറ്റിയോ? ചേട്ടാ എഴുന്നേറ്റ് എഴുന്നേക്ക്. നോക്കി സൂക്ഷിച്ചേട്ടാ, നോക്കി പതിയെ ബാഗ്. നിങ്ങളോട് കയറിക്കോ. ഞാൻ കയറാം. ഹലോ, നീ ഇതെവിടെയാ? ഞാനിവിടെ അമ്പലത്തിന് അടുത്തനുണ്ട് സർ. എല്ലാരും അന്വേഷിക്കുന്നുണ്ട്, വേഗം വാ. ഓക്കെ. ഐശ്വര്യ, താനിത് എവിടെ പോയതാ? ഞാൻ നാഗരക്ഷേത്രത്തിൽ പോയതാ. തനിക്ക് എന്നെ കൂടെ വിളിക്കാറുന്നില്ലേ? തൊഴാം. ഹലോ, എവിടെ? വിഷമിക്കണ്ട, ഈ പറയുന്ന സ്ഥലത്തുള്ള ഒരു അമ്പലത്തിൽ ഞാനുണ്ട്. ഉടനെ വരാം. ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ. താനിതെങ്ങോട്ടാ? അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ വരെ. അതിന് തനിക്കെന്ത് പറ്റി? എനിക്കല്ല, ഏതോ ഒരാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞങ്ങൾക്കൊരു ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഈ ബ്ലഡൊക്കെ കൊടുക്കാനായിട്ട്. അവർ വിളിച്ചതാ. എൻ്റേത് റെയർ ഗ്രൂപ്പാ. ഇപ്പൊ തന്നെ ബ്ലഡ് കൊടുക്കാൻ ചെല്ലണമെന്ന്. ഇവിടെ ആരെങ്കിലും ചോദിച്ചാൽ താൻ കാര്യം പറഞ്ഞിരുന്നാൽ മതി. എന്നാ ഓക്കെ, ഞാൻ അങ്ങ് എത്തിയേക്കാം. ആരാ സിസ്റ്ററെ പേഷ്യന്റ്? ഞങ്ങൾക്കും അറിയില്ല. ആക്സിഡന്റ് ആയിട്ട് ആരോ ഇവിടെ എത്തിച്ചതാ. എന്നിട്ട് ആളിപ്പോ എവിടെയാ? ICUവിലെ ഒബ്സർവേഷനിലാ. ഞാൻ വെറുതെ ഒന്ന് കയറി കണ്ടോട്ടെ. ആദ്യം ഇത് കഴിയട്ടെ,
എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് കാണാം. ആരാ മനസ്സിലായില്ല? ഇതെന്റെ നമ്പറാ. ആ ശരി. ആ മഹേഷേ, ആരാ ഡോക്ടർ ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്? കുറച്ച് നാട്ടുകാരാ. ആരാ എന്താന്നൊന്നും അവർക്കറിയില്ല. കാറടിച്ച് തെറിച്ചു വീണ ആളെ അവരെല്ലാരും കൂടി പെട്ടെന്ന് എത്തിക്കുമായിരുന്നു. പ്രൈമറി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരാതെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനാവില്ല. ആളിത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിലാ. കൂടെ ആരുമില്ലാത്ത സ്ഥിതിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യേണ്ടി വരും. കണ്ടീഷൻ മോശമായി എന്ത് ചെയ്യും ഡോക്ടർ? മഹേഷിന് അറിയാലോ, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. ക്യാഷ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാശ് മുടക്കാൻ ആളുണ്ടെങ്കിലും എങ്കിൽ വേറെ റിസ്ക് ഒന്നുമില്ല. ആളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ പേഴ്സണലായിട്ട് മഹേഷിനോട് ഒരു കാര്യം ചോദിക്കട്ടെ? അത്രയ്ക്ക് നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ചോദിക്കുക. രമാദേവി മാഡത്തിനോടൊന്ന് പറഞ്ഞ ഈ പേഷ്യന്റിന്റെ പണത്തിന്റെ കാര്യം മാഡം നോക്കില്ലേ? ബൈസ്റ്റാൻഡേഴ്സ് പോലും കൂടെയില്ല. അപ്പോ ക്യാഷ് മുടക്കാൻ ഒരാളുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് അങ്ങ് നടന്നോളും. അമ്മയോട് ഒന്ന് സംസാരിക്കാമോ മഹേഷേ? അതിന് അമ്മയുടെ അടുത്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ ചികിത്സയുടെ ചെലവ് ഞാൻ നോക്കിക്കോളാം. എനിക്ക് പരിചയമുള്ള ആളാ, ദാസൻ എന്ന പേര്. ഓ, കാശിന്റെ കാര്യം ഓർത്ത് ഡോക്ടർ ചികിത്സ കൊടുക്കാണ്ടിരിക്കണ്ട. പണം ഞാൻ അടിച്ചോളാം. അത് നല്ല കാര്യം. ഡോക്ടർ, പേഷ്യന്റിനെ കൊണ്ടുവന്നവര് ഇവിടെ ഏൽപ്പിച്ചതാ. ആ ദാ ഉം.